കാത്തിരുന്ന് കണ്ണ് കഴിച്ചു എന്ന് പറഞ്ഞതുപോലെ 2.5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് സൂര്യ അണ്ണൻ്റെ ഒരു പടം തിയേറ്ററിലെത്തിയത്. പക്ഷേ വമ്പൻ ഹൈപ്പിലെത്തിയ കങ്കുവയ്ക്ക് റിലീസിന് മുമ്പേ ഉണ്ടായിരുന്ന ഓഡിയൻസ് അല്ല റിലീസിന് ശേഷമുള്ളത്. സിനിമയ്ക്ക് ഇപ്പോൾ 3 തരം ഓഡിയൻസാണുള്ളത്. ഒന്ന് പടം കണ്ടിറങ്ങിയവർ, രണ്ടാമത്തേത് പടം കാണാൻ ആഗ്രഹിക്കുന്നവർ, മൂന്നാമത്തേത് പടം കണ്ടിറങ്ങിയവരുടെ വാക്ക് കേട്ട് കാണാനുള്ള മൂഡ് പോയവർ. പടം കണ്ടിറങ്ങിയവരോട് ഒന്നേ പറയാനുള്ളൂ, വലുതെന്തോ വരാനിരുന്നതാ, ഇങ്ങനെ അങ്ങ് പോയെന്ന് കരുതി സമാധാനിക്കുക. ഇനി പടം കാണാൻ പോകുന്നവർക്കും കണ്ടവരുടെ വാക്ക് കേട്ട് മൂഡ് പോയവർക്കും കുറച്ച് ടിപ്സ് തരാം. കങ്കുവയിൽ നിന്ന് എന്തൊക്കെ പ്രതീക്ഷിക്കാം? സ്ക്രീനിൽ കാണുന്ന താരങ്ങളോടും സംഭവങ്ങളോടും യാതൊരുവിധ ഇമോഷണൽ കണക്ഷനും വരാതിരിക്കാനായി കഥയിൽ പ്രത്യേകം ശ്രദ്ധ പുലർത്തിയിട്ടുണ്ട്. സംവിധായകനായ ശിവയുടെ മുൻപടങ്ങളെ പോലെ തന്നെ ഒഴിച്ചുകൂടാനാവാത്ത പാസമാണ് കങ്കുവയുടെയും മെയിൻ. വീരത്തിൽ കാമുകി പാസമായിരുന്നെങ്കിൽ വിശ്വാസത്തിൽ അത് മകൾ പാസമായിരുന്നു. അണ്ണാത്തയിലും വേതാളത്തിലും തങ്കച്ചി പാസവും. പക്ഷേ കങ്കുവയിലെ പാസത്തിന് ചെറിയൊരു വ്യത്യാസമുണ്ട്. നേരിട്ട് ബന്ധമൊന്നുമില്ലാത്ത ഒരു കുട്ടിയോടാണ് ഇത്തവണ പാസം. സിനിമ തുടങ്ങുന്നത് മുതൽ അവസാനം വരെ വരുന്നവരും പോകുന്നവരും ഒക്കെ അലറലാണ്. ബോറടിച്ചാൽ ഉറങ്ങാമെന്ന് വിചാരിച്ച് ടിക്കറ്റ് എടുക്കുന്നവർ പ്ലീസ് സ്റ്റെപ്പ് ബാക്ക്. പതിവ് പോലെ തന്നെ കിടിലൻ ലുക്കിലാണ് സൂര്യയുടെ കങ്കുവയിലെ ഡബിൾ റോളും. ബോറടിയുടെ അങ്ങേ തലക്കിലെത്തിയാൽ നിമിഷ നേരത്തേക്കെങ്കിലും കണ്ടാസ്വദിക്കാൻ ഒരു 6 പാക്ക് ഷോയും ശിവ അണ്ണൻ കരുതി വെച്ചിട്ടുണ്ട്. സൗന്ദര്യം കാണിക്കാനായി വന്ന വില്ലൻ ബോബി ഡിയോളും എന്തിനോ വേണ്ടി തിളച്ച ദിശ പട്ടാനിയുമാണ് ലുക്ക് വൈസിൽ മറ്റ് പ്രത്യേക പരാമർശം അർഹിക്കുന്നവർ. വിക്രമിലെ റോളക്സിനെ പോലെ കങ്കുവയിലും ഒരു ക്ലൈമാക്സ് ക്യാമിയോ റോളുണ്ട്. ഒന്നല്ല 2 ക്യാമിയോ. സൂര്യ ഡബിൾ റോൾ ആകുമ്പോൾ ക്യാമിയോയും ഡബിൾ ആവണ്ടേ? അപ്പൊ ഇത്രയൊക്കെയാണ് കങ്കുവയുടെ പോസിറ്റീവ് എലമെന്റ്സ്. ഇനി നെഗറ്റീവ് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമന്റ് അടിക്കണേ. കൂട്ടുകൂടണേ കൂട്ടരെ.